ഇനി കൊല്ലം ജില്ലയിൽ നിന്നൊരു റിപ്പോർട്ടിലേക്കാണ്. കൊല്ലം ജില്ലയിൽ കുടിവെള്ളം ലഭിക്കാതെ 2 പഞ്ചായത്തിലെ ജനങ്ങൾ ദുരിതത്തിലായി. കേരളപുരം കോവിൽമുക്ക് ഭാഗത്താണ് വെള്ളമില്ലാതെ പ്രദേശവാസികൾ വലയുന്നത്. കുടിവെള്ള പദ്ധതി പ്രകാരം ലഭിച്ച കണക്ഷനുകളിൽ നിന്ന് കാറ്റ് മാത്രമേ വരുന്നുള്ളൂ എന്നാണ് പരാതി. ഇളമ്പള്ളൂർ പഞ്ചായത്ത് 1-ാം വാർഡിലും കൊറ്റങ്കര പഞ്ചായത്ത് 8-ാം വാർഡിലുമായി കേരളപുരം കോവിൽമുക്ക് ഭാഗത്തുള്ളവരാണ് കടുത്ത കുടിവെള്ളക്ഷാമം നേരിടുന്നത്. കുണ്ടറ, കൊട്ടിയം മേഖലകളിൽ നിന്നാണ് വാട്ടർ അതോറിറ്റി ഇവിടങ്ങളിലേക്ക് വെള്ളം എത്തിക്കുന്നത്. പഞ്ചായത്ത് പൈപ്പുകളിൽ നാളുകളായി വെള്ളം വരുന്നില്ല. ഇതോടെ മിക്കവരും പൈപ്പ് കണക്ഷൻ കട്ട് ചെയ്തു. ജൽ ജീവൻ കുടിവെള്ള പദ്ധതി പ്രകാരം ലഭിച്ച വാട്ടർ കണക്ഷനുകളിലും വെള്ളത്തിനു പകരം വായു മാത്രം. പഞ്ചായത്തിന്റെയും ജൽ ജീവൻ പദ്ധതികളുടെയും വാട്ടർ കണക്ഷന്റെ മീറ്ററുകളും ബോക്സുകളും ചെളി കയറി ഉപയോഗശൂന്യമായ നിലയിലാണ്. അവരെ കൊണ്ട് കണക്ഷൻ കൊടുത്തിട്ട് അവരെ 2-3 ആഴ്ച വെള്ളം വന്ന് അത് കഴിഞ്ഞാൽ വെള്ളം വരത്തില്ല. രാത്രി പാരാത്രിക്ക് ഒരു 12 മണിയാകുമ്പോൾ കുറച്ച് വെള്ളം വരും, പിന്നെ വെള്ളം നെട്ടില്ല. അപ്പൊ അതുമില്ല. ഒത്തിരി ആളായി. ഇപ്പൊ എന്നെ റീഡിംഗ് എടുക്കാൻ വരും, വരുമ്പം എന്നിട്ട് അവരെ എഴുതിക്കൊണ്ട് പോകും. കുണ്ട്രയുടെ വാട്ടർ കണക്ഷൻ ഒരു സൈഡില് കൊട്ടിയം വാട്ടർ കണക്ഷനുമാണ് ഉള്ളത്. പക്ഷെ 2 സൈഡിൽ നിന്നും വെള്ളം കിട്ടുന്നില്ല. ഇവിടെ വാൾവ് വെച്ചിട്ട് പൂട്ടി ഇങ്ങനെ വെച്ചേക്കുക, ഇങ്ങോട്ട് വെള്ളം തുറന്നു വിടത്തില്ല. 2 ദിവസം ഇടവിട്ടായിരിക്കും വരുന്നത് തന്നെ. ചിലപ്പം ആഴ്ച 1 ദിവസം 2 ദിവസം ഇത് തന്നെ കാത്തിരിക്കേണ്ടി വരുന്നു. ഇപ്പൊ തീരെയും വെള്ളം വരുന്നില്ല. മാസങ്ങളായിട്ട് ഇപ്പൊ വെള്ളം ഇല്ല ഇവിടെ. സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിലുള്ള പ്രദേശവാസികൾ പ്രതിദിനം 600 രൂപ ചെലവാക്കിയാണ് വെള്ളം വാങ്ങുന്നത്. വൃത്തിയായി കുളിക്കുന്നത് പോലും ആഴ്ചയിൽ 1 ദിവസം മാത്രമാണെന്നും ഇവർ പറയുന്നു. പലതവണ പരാതിപ്പെട്ടിട്ടും പഞ്ചായത്ത് അധികൃതരോ വാട്ടർ അതോറിറ്റി ജീവനക്കാരോ പരിഹാരം കാണാൻ തയ്യാറാകുന്നില്ല എന്നാണ് ആക്ഷേപം. കൊടും വേനലിലെങ്കിലും അടിയന്തരമായി വെള്ളം ലഭിക്കാനുള്ള സംവിധാനം ഒരുക്കണം എന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ന്യൂസ് മലയാളം, കൊല്ലം.